ഹായ് സ്റ്റുഡൻസ്, LBSന്റെ പുതിയൊരു അപ്ഡേറ്റ് നോക്കാം. 2024-25 അക്കാഡമിക് ഇയറിൽ ഗവൺമെന്റ് ഓഫ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ BSc നഴ്സിംഗ് കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് SC/ST വിഭാഗക്കാർക്ക് നടത്തുന്ന സ്പോട്ട് അലോട്ട്മെന്റ് സെപ്റ്റംബർ 30, 2024 LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വെച്ച് രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററിൽ രാവിലെ 11 മണിക്കകം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. മുൻപുള്ള അലോട്ട്മെന്റുകളിൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചവർക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ NOC നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. കോളേജുകളുടെ വേക്കൻസി ഡീറ്റെയിൽസ് ഓൾറെഡി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ അന്നേ ദിവസം തന്നെ നിർദ്ദിഷ്ട ഫീസ് അവരടയ്ക്കേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെന്റിന് ശേഷം കോഴ്സിലോ കോളേജിലോ മാറ്റം അനുവദിക്കുന്നതുമല്ല. കോളേജുകളിലെ വേക്കൻസി സീറ്റുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വേക്കൻസീസ് ഫോർ സ്പോട്ട് അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി സീറ്റുകളുടെ ലിസ്റ്റാണ്. ഇത് പ്രകാരം SC കോട്ടയ്ക്കും ST കോട്ടയ്ക്കും സെപ്പറേറ്റ് സീറ്റുകളുടെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കോളേജിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേക്കൻസി സീറ്റിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 15 നമ്പർ ഓഫ് കോളേജുകളിലാണ് കറന്റ് വേക്കൻസി സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് 30-ാം തീയതി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിനുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ എന്ന നിലയ്ക്ക് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് 27/9 പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവർക്ക് നിർബന്ധമായും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം SC/ST കാറ്റഗറിയിലുള്ളവർക്ക് അവരുടെ റിസർവേഷൻ സീറ്റുകളിലേക്ക് മാത്രമാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതിയാകും. അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം പ്രവേശനം നേടാതിരുന്നാൽ തുടർന്നുള്ള ഒരു അലോട്ട്മെന്റ്സിലും നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റിൽ കൂടി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം കോഴ്സിലോ കോളേജിലോ മാറ്റം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അടുത്തതായി അവർ പറയുന്നത് സ്പോട്ട് അലോട്ട്മെന്റ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള SC/ST കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ്, അതായത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് LBSന്റെ ഏതെങ്കിലും ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററിൽ രാവിലെ 11 മണിക്ക് മുൻപായി തന്നെ ഹാജരായി അവരുടെ സ്പോട്ട് അലോട്ട്മെന്റ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് അവർ പറയുന്നത് സീറ്റ് വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഹാജരാവുന്ന ഫെസിലിറ്റേഷൻ സെന്ററുകളിലും അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അവർ പറയുന്നത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ മുൻപ് ഫീ അടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ ആയി 1000 രൂപയാണ് സെന്ററിൽ അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ടും QR കോഡ് മുഖേന നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതുമായിരിക്കും. അടുത്തതായിട്ട് അവർ പറയുന്നത് അലോട്ട്മെന്റ് ലഭിച്ചവർ 1/10/2024 3/10/2024 എന്നീ തീയതികളിൽ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. പ്രവേശനം നേടാത്ത പക്ഷം തുടർന്നുള്ള ഒരു അലോട്ട്മെന്റ്സിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതുമല്ല. ഇനി നെക്സ്റ്റ് അവർ കാണിക്കുന്നത് നമുക്ക് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഏതൊക്കെ ഏരിയയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിസ്ട്രിക്ട്സിലാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റർ അവൈലബിൾ ആയിട്ടുള്ളതും അതിന്റെ അഡ്രസ്സും ഫോൺ നമ്പേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു LBS പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം കൺസേൺ ആയിട്ടുള്ള ഏതെങ്കിലും കോളേജിനകത്ത് നിങ്ങൾക്ക് പോയി സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. സോ LBSന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽഡ് വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് വിക എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.